ഇത് പാളയംകുടം പഴമാണ്. തൊലി കളഞ്ഞ് രണ്ടായി മുറിച്ച് പാത്രത്തിൽ നിരത്തി വെച്ചതാണ്. ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇത് വെയിലത്തേക്ക് വെക്കാൻ. ഇത് വെയിലത്ത് വെച്ച് 4 ദിവസം ഉണക്കിയതാണ്. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. കറുവപ്പട്ട ഒരു 3 കഷ്ണം എടുത്തത്. ഇനി ഒരു ഏലക്കായ, 2 കരയാമ്പൂ, കുറച്ച് കുരുമുളകും കൂടി ഇട്ടതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ചുള്ള കാരണം പൊടിയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ടുള്ളത്. ഇനി പൊടിഞ്ഞത് എടുത്തിട്ട് ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഇത് പൊടി മുഴുവനൊന്നും ഇടണ്ട. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. ഇനിയിപ്പോൾ വെള്ളം സ്വല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് വറ്റിച്ചാൽ മതി. തിളച്ച് വരുമ്പോൾ ഇത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരണം. വറ്റി വരുന്ന സമയത്ത് ഇത് പതഞ്ഞ് വരും. പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇടാം. ഇപ്പോൾ പതഞ്ഞ് വന്നിട്ടുള്ള കണ്ട, ഇതുപോലെ പതഞ്ഞ് വരണം. അപ്പോൾ പൊടിയിടാം. പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി മുഴുവൻ ഇടണ്ട, 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പഴം ഉണക്കിയതിടാം. പഴം ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇളക്കൽ നിർത്തരുത്. ഇത് ഒറ്റയായിട്ട് വിട്ട് കിട്ടണവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്താൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ഒറ്റയായി കിട്ടണവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പഴം വിളയിക്കല്ലാണ്ട് വേറെ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഈ ഉണങ്ങിയ പഴം ഒരു ചില്ലുകുപ്പിയിലിട്ട് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് തേൻ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിനെടുത്ത് കഴിക്കുക. അത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാം. കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും ഇത്.